താമരശ്ശേരിയിൽ കേരളത്തിൻ്റെ ആകെ കണ്ണീറായി മാറിയ ഷഹബാസിൻ്റെ മൃതദേഹം അവിടെ നിന്നുള്ള ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ പൊതുദർശനം ഉണ്ടായിരുന്നു. ചുങ്കമ്പത്തിൽ കൊണ്ടുവന്നു. അവിടെ നിന്ന് തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഈ പള്ളിയിലെ ഖബറടക്കത്തിന് വേണ്ടിയിട്ടുള്ള ചടങ്ങുകളിലേക്കൊക്കെ ആയിരിക്കും പോവുക. അങ്ങനെ ഏറെ വേദനയോടുകൂടി ഷഹബാസിനെ യാത്രയാക്കുകയാണ് ആ നാട്. നേരത്തെ ഷഹീദ് പറഞ്ഞത് SSLC പരീക്ഷ തുടങ്ങാൻ പോകുന്നു, ഹിസ്റ്ററി നമ്പർ ഉൾപ്പെടെയായി. നേരത്തെ ഷഹബാസ് മോഡൽ എക്സാം എഴുതിയതാണ്, മിടുക്കനാണ്, നല്ല മാർക്കൊക്കെ ഉണ്ട് എന്നാണ് അധ്യാപകരുടെ വാക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. അടുത്ത ദിവസം ഈ പരീക്ഷ എഴുതാനായി ഹോളിലേക്ക് എത്തുമ്പോൾ ഷഹബാസിൻ്റെ ആ നമ്പർ ഒഴിഞ്ഞു കിടക്കും. ആ ബെഞ്ചിൽ രണ്ടുപേരിയ്ക്കുന്ന ആ ബെഞ്ചിൽ ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഒരു ഇരിപ്പിടം ഒഴിഞ്ഞു കിടക്കും. രാഹുൽ KV ആണ് അവിടെ നിന്നും വിവരങ്ങൾ വായിച്ചിരുന്നത്. രാഹുൽ, പൊതുദർശനം അവസാനിച്ചിരിക്കുകയാണ്. ആ നാടൊന്നാകെ ഷഹബാസിനെ അവസാനമായി പൊതുദർശന വേളയിൽ കണ്ടു. ഇനി ഖബറടക്കത്തിലേക്കാണോ? മദ്രസ ഹാളിലെ പൊതുദർശനം അവസാനിച്ചിട്ടുണ്ട്. ഖബറടക്കം അല്പസമയത്തിനകം നടക്കും. കുടകിലെ തന്നെ ഈ മദ്രസ ഹാളിനോട് ചേർന്ന് തന്നെയുള്ള പള്ളിയിലെ ഖബർസ്ഥാനിലാണ് ഖബറടക്കം നടക്കുക. പൊതുദർശനത്തിനായി ഷഹബാസിനെ അവസാനമായി കാണുന്നതിനായി 100-ലധികം ആളുകളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയിരുന്നത് എന്നതാണ്. കുട്ടിയുടെ ഷഹബാസിൻ്റെ ഒരുമിച്ച് പഠിച്ചിരുന്ന കൂട്ടുകാർ സഹപാഠികളൊക്കെ വന്ന് അലമുറയിട്ട് കരയുന്നത് കാണുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനൊരു നിമിഷം ആരും ആഗ്രഹിക്കുന്നതല്ല. അങ്ങനെയൊന്ന് വളരെ ബുദ്ധിമുട്ട്, അത്രയും വൈകാരികമായ രംഗങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. എന്തായാലും പൊതുദർശനം, മദ്രസ ഹാളിലെ പൊതുദർശനം പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിന് തന്നെ ഖബറടക്കം നടക്കും. ഖബർസ്ഥാനിലേക്ക് പോകുന്നതിന് വേണ്ടിയും ഷഹബാസിൻ്റെ സുഹൃത്തുക്കളടക്കം 100-ലധികം ആളുകൾ ഇവിടെ ഇപ്പോൾ ഈ പള്ളിമുറ്റത്തുണ്ട് എന്നുള്ളതാണ്. കാരണം ഷഹബാസിനെ അവസാനമായി ഒന്ന് കാണുക, യാത്രയയപ്പ് നൽകുക എന്നതിന് വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അല്പസമയത്തിനകം തന്നെ ഖബർസ്ഥാനിലേക്ക് ഷഹബാസിൻ്റെ മൃതദേഹം കൊണ്ടുപോകും.